ഇപ്പോൾ കൊല്ലം സുധിയുടെ വീടും രേണുവുമായിട്ട് പല പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, ഈ വീട് നിർമ്മിച്ച ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂപ്പും കൂടി ഇപ്പോൾ സുധിലയം എന്ന പേര് മാറ്റിയിരിക്കുകയാണ്. അത് അഴിച്ചുമാറ്റിയിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വിവാദമായി മാറുന്നത്. കൊല്ലം സുധിയുടെ മരണശേഷം ഫേസ്ബുക്ക് കൂട്ടായ്മയായ KHDEC ആണ് കോട്ടയത്ത് നടൻ്റെ മക്കൾക്കായി വീട് നിർമ്മിച്ച് നൽകിയത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി KHDEC നൽകിയ വീടിനെ വിമർശിച്ചാണ് സുധിയുടെ ഭാര്യ രേണുവും പിതാവ് തങ്കച്ചനും അഭിമുഖങ്ങളിൽ സംസാരിച്ചത്. നിർമ്മാണം പൂർത്തിയാക്കി 1 വർഷം പോലും തികയാത്ത വീടിന് ചോർച്ച സംഭവിച്ചുവെന്നും തേപ്പ് ഇളകിയെന്നതുമടക്കമുള്ള ആരോപണങ്ങളാണ് രേണുവും പിതാവും ഉന്നയിച്ചത്. മാത്രമല്ല, സുധിലയം ഗിഫ്റ്റഡ് ബൈ KHDEC എന്ന നെയിം ബോർഡ് വീടിന് മുന്നിൽ സ്ഥാപിച്ചതും വിമർശിക്കപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ സുധിലയം എന്ന് എഴുതിയ ബോർഡ് നീക്കം ചെയ്തിരിക്കുകയാണ് ഫിറോസ്. ബോർഡ് മാറ്റാനായി തൻ്റെ വർക്കേഴ്സിനെ ഫിറോസ് അയച്ചപ്പോൾ രേണുവിൻ്റെ പിതാവ് എതിർത്തു. ഏറെ നേരം വാശി പിടിക്കുകയും ചെയ്തു. അവസാനം ഫിറോസ് സുധിയുടെ മൂത്ത മകൻ കിച്ചുവിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സമ്മതം വാങ്ങിയ ശേഷമാണ് ബോർഡ് നീക്കം ചെയ്തത്. രേണുവിൻ്റെ നിർബന്ധപ്രകാരമാണ് അങ്ങനെ ഒരു ബോർഡ് വെച്ചതെന്നും നിങ്ങളുടെ ഒരു കയ്യൊപ്പ് വേണമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ചെയ്തതെന്നും ഫിറോസ് പറയുന്നു. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ബോർഡ് ഞങ്ങൾ പ്രശസ്തിക്ക് വേണ്ടി വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അത് റിമൂവ് ചെയ്യാൻ തീരുമാനിച്ചു. അതിനായി വർക്കേഴ്സിനെ പറഞ്ഞയച്ചപ്പോൾ രേണുവിൻ്റെ പിതാവ് സമ്മതിച്ചില്ല. കിച്ചു സമ്മതിച്ചാൽ റിമൂവ് ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ ഞാൻ കിച്ചുവിനെ വിളിച്ച് സംസാരിച്ചു. ആ ബോർഡ് ചർച്ചാ വിഷയമാകുന്നുണ്ട്. അതിനാൽ അത് നീക്കം ചെയ്ത് സുധിലയം എന്ന് മാത്രം എഴുതിയ ബോർഡ് വെച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ കിച്ചു സമ്മതിച്ചു. അതുപോലെ രേണുവിനും കുടുംബത്തിനെതിരെ ഞാൻ നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട്. എൻ്റെ കമ്പനിയെ അപകീർത്തിപ്പെടുത്തിയതിനെതിരെയുള്ള നിയമ നടപടി സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും ഫിറോസ് പറയുന്നു.